അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അതൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണല്ലോ. നമുക്കതിൻ്റെ അകത്ത് എന്താണ്, റെയ്ഡ് നടത്താൻ പാടില്ല, അന്വേഷണം നടത്താൻ പാടില്ല. ED എങ്ങനെ അന്വേഷണം നടത്തണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ വളരെ ഫെയർ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഫെയർ ആയിട്ടാണ് ചോദിക്കുന്നത്. ഗവൺമെൻറ്റിന് ചില പരിമിതികളില്ലേ, ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ED ഇപ്പോൾ CBI ഒരു കേസ് അന്വേഷിക്കുന്നു, നമ്മുടെ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. CBI വരുമ്പോൾ ഉടനെ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മുടെ DGPയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിളിച്ചു വരുത്തി ഈ അന്വേഷണം ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതൊരു കേസ് അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അത് CPM ആണ്, അവരത് പറഞ്ഞോട്ടെ. പിന്നെ നിയമപരമായ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കണമെങ്കിൽ എനിബഡി ക്യാൻ അപ്രോച്ച് എ കോർട്ട്. CMRൽ കോടതി പോയി ഈ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി ആ പെറ്റീഷൻ തള്ളിയിട്ട് ഈ അന്വേഷണം തുടരാൻ പറഞ്ഞു EDയോട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് EDയുടെ ഈ റെയ്ഡ് നടന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പരിമിതികളുണ്ട്. അല്ല, ഞാൻ പറയല്ലോ, ആ റെയ്ഡ് നടത്തുന്ന കാര്യം ED ഗവൺമെൻറ്റിനെയോ പോലീസിനെയോ അറിയിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, അവർ കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചിട്ടാണ് അവർ ഈ റെയ്ഡ് നടത്തുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ കേന്ദ്രസേനയ്ക്ക്. പക്ഷേ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് പോലീസും കൂടി ചെന്നില്ലായിരുന്നെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പോലീസ് ചെന്നതുകൊണ്ടല്ലേ. പിന്നെ നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ആ അന്വേഷണം നടക്കുകയല്ലേ. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യം കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ള അന്വേഷണം നടക്കുമല്ലേ. ആ അന്വേഷണം പൂർത്തിയാകട്ടെ. കുറ്റവാളികളെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. ഇത് കുറ്റകൃത്യമാണ്, വലിയ ഓഫൻസാണ് ചെയ്തത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. CPM അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് ഞാൻ പറഞ്ഞുതരാം. ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലീസ് കുറച്ചുകൂടി ബുദ്ധിപൂർവമായിട്ട് പെരുമാറണം. ആ പെരുമാറ്റമാണ് അവിടെ ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ സംഘർഷം വേറൊരു തലത്തിലേക്ക് വളരാതെ ഇപ്പം നടന്ന സംഘർഷത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇപ്പോൾ അവിടെ വേണമെങ്കിൽ പ്രകോപിപ്പിക്കാം, അല്ലെങ്കിൽ കർശന നടപടി, സ്ട്രിക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് വിചാരിച്ചാൽ ഏത് പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ പറ്റാത്തത്? ഇരച്ചു കയറാം. ആ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറി അവിടെയുള്ള ആളുകളെ കുറേ പേരെ തല്ലി, കുറേ പേര് തടയുമല്ലോ. അപ്പോൾ അവർക്കിട്ടൊക്കെ നല്ല അടിയൊക്കെ കൊടുത്ത്, വേണമെങ്കിൽ വല്ല വൈരാഗ്യമുള്ളവൻ്റെ 2 കൂടുതൽ കൊടുത്ത് ഇതൊക്കെ പോലീസിന് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ളവരെ തൂക്കിയെടുത്തോണ്ട് പോരാ. അങ്ങനെയാണോ പോലീസ് ചെയ്യേണ്ടത്? ഞാൻ കരുതുന്നത് പോലീസ് ചെയ്തത് കുറച്ചുകൂടി സംഘർഷം അയവ് വരുത്താൻ അജിറ്റേറ്റഡായി കുറേ ആളുകൾ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ക്രിമിനൽസും ഉണ്ട് അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു. ഇനി കേസ് അന്വേഷണം നടക്കുകയല്ലേ, തെറ്റ് ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല. കുറ്റകൃത്യം, താങ്കളുടെ ചോദ്യം കറക്റ്റാണ്. കുറ്റകൃത്യം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല, നടപടിയെടുക്കും. അല്ല, ഞാൻ പറഞ്ഞേ, പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആദ്യഘട്ടത്തിലാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്ത് കോടതി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്ത്. ആ അന്വേഷണം പൂർത്തിയാകട്ടെ. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കപ്പോൾ പരിശോധിക്കാം. പോലീസ് അന്വേഷണത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അല്ല, ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അഭിനന്ദിക്കുകയല്ലേ ചെയ്തത്. ആഭ്യന്തരമന്ത്രി TV കണ്ടിട്ടാണ് പോലീസിനെ വിട്ടത്. ഇത് സംസ്ഥാനത്ത് അധികാരത്തിലേറിയ
ഗവൺമെൻറ് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ നയപ്രഖ്യാപനമാണ്. ഞങ്ങൾ ആ കോണ്ടെക്സ്റ്റിലാണ് ഞങ്ങളിതിനെ കണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. തുടക്കത്തിൽ തന്നെ പറയേണ്ട ഒരു പുതുയുഗ സൃഷ്ടിക്കായിട്ടുള്ള തുടക്കമായിട്ടാണ്. മനസ്സിലായില്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്? കേന്ദ്രത്തിനെ വിമർശിക്കേണ്ട ഘട്ടം ഞങ്ങൾ കേന്ദ്രമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വിമർശിക്കുന്ന ഘട്ടം വരുമ്പോൾ വിമർശിക്കാം. ആദ്യമേ വിമർശിക്കുന്നത് എന്തിനാ? ഞങ്ങൾ പറയട്ടെ, ഞങ്ങളിതെല്ലാം പരിശോധിക്കട്ടെ. കിട്ടാനുള്ള പണം എത്ര? ഞങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. കിട്ടാനുള്ള പണം എത്രയാണ് അവിടെ നിന്ന്? എന്തുകൊണ്ടാണത് തരാത്തത്? ഓഡിറ്റഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ? യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ? കഴിഞ്ഞ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫെയിലിയർ കൊണ്ടാണോ പണം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് പണം തരാത്തത്? ഇതൊക്കെ ഞങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് പേപ്പർ ഇറക്കുമ്പോൾ കുറേ കൂടി കൃത്യമായ പിക്ചർ കിട്ടും.